മര്യാദയോടെ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എങ്ങനെ എന്ന 2-3 രീതികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമുക്ക് മര്യാദയോടെ എന്തെങ്കിലും ചോദിക്കാൻ വുഡ് ഉപയോഗിക്കാം. വുഡ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്യാമോ? വുഡ് യു സ്വിച്ച് ഓൺ ദ ഫാൻ പ്ലീസ്? ഇപ്പം സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഓൺ ചെയ്യുന്നതിന് പറയുന്നതാണ്. ഈ പ്ലീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ വുഡ് യു ചേർത്തിട്ട് നമുക്ക് ഒരാളോട് സഹായം ചോദിക്കാം. വുഡ് യു സ്വിച്ച് ഓൺ ദ ഫാൻ പ്ലീസ്? ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്യാമോ? എന്നാൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ഏറ്റവും സിമ്പിളായിട്ട് എന്നെ നിങ്ങൾക്കൊന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? ഓക്കെ. എൻ്റെ കൂടെ ഒന്ന് വരാമോ? വരിക എന്നുള്ളത് കം ആണല്ലോ. എൻ്റെ കൂടെ വരിക എന്ന് വരുമ്പം കം വിത്ത് മീ ആണല്ലോ. വുഡ് യു കം വിത്ത് മീ പ്ലീസ്? വുഡ് യു കം വിത്ത് മീ പ്ലീസ്? എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? ഉപകാരം എന്നുള്ളത് ഫേവറാണ്. FAVOUR, ഫേവർ. വുഡ് യു ഡൂ മീ എ ഫേവർ പ്ലീസ്? വുഡ് യു ഡൂ മീ എ ഫേവർ പ്ലീസ്? അപ്പോൾ നോക്കൂ, ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്യാമോ? വുഡ് യു സ്വിച്ച് ഓൺ ദ ഫാൻ പ്ലീസ്? എന്നെ സഹായിക്കാമോ? വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? എൻ്റെ കൂടെ ഒന്ന് വരാമോ? വുഡ് യു കം വിത്ത് മീ പ്ലീസ്? ആ കതകൊന്നടിച്ചിടാമോ? വുഡ് യു ക്ലോസ് ദ ഡോർ പ്ലീസ്? വുഡ് യു ക്ലോസ് ദ ഡോർ പ്ലീസ്? ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരാമോ? റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ. കാണിച്ചിരുക എന്ന് പറയുമ്പോൾ ഷോ മീ ആണ്. വുഡ് യു ഷോ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ പ്ലീസ്? വുഡ് യു ഷോ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ പ്ലീസ്? ടാക്സി സ്റ്റാൻഡ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തരിക എന്നുള്ളതിന് എന്താണ്? ടെൽ മീ. പറഞ്ഞു തരിക, ടെൽ മീ. അപ്പോൾ ടാക്സി സ്റ്റാൻഡ് എവിടെയാണ് എന്നാണെങ്കിലോ വേർ ദ ടാക്സി സ്റ്റാൻഡ്. അപ്പോൾ വുഡ് യു ടെൽ മീ പ്ലീസ് വേർ ദ ടാക്സി സ്റ്റാൻഡ് ഈസ്? വുഡ് യു ടെൽ മീ പ്ലീസ് വേർ ദ ടാക്സി സ്റ്റാൻഡ് ഈസ്? ഓക്കെ. അപ്പോൾ എന്താണ്? ആ കതകൊന്നടച്ചിടാമോ? വുഡ് യു ക്ലോസ് ദ ഡോർ പ്ലീസ്? റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരാമോ? വുഡ് യു ഷോ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ? ടാക്സി സ്റ്റാൻഡ് എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? വുഡ് യു ടെൽ മീ പ്ലീസ് വേർ ദ ടാക്സി സ്റ്റാൻഡ് ഈസ്? ഓക്കെ. അപ്പോൾ വുഡ് എന്നുള്ള ആ ഒരു ഓക്സിലറി വെർബിൻ്റെ പ്രയോജനം മനസ്സിലായല്ലോ. മര്യാദയോടെ എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഈ വുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് കുഡും യൂസ് ചെയ്യുന്നത്. ഓക്കെ. കുഡ് ഇപ്പം നമ്മളിപ്പം വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറയുന്നതിന് പകരം കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? എന്നെ ഒന്ന് സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? ഇപ്പോൾ പറയാണ്, ഈ ബോക്സ് ഒന്ന് പിടിച്ചു തരാമോ, ഒന്ന് പൊക്കി തരാമോ? കുഡ് യു ഹെൽപ്പ് മീ ലിഫ്റ്റ് ദിസ് ബോക്സ് പ്ലീസ്? കുഡ് യു ഹെൽപ്പ് മീ ലിഫ്റ്റ് അപ്പ് ദിസ് ബോക്സ് പ്ലീസ്? ഈ ജനലൊന്ന് തുറക്കാമോ? കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? ഇപ്പോൾ വുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ് എന്ന് പറഞ്ഞാലും മര്യാദയോടെ ചോദിക്കുകയാണ്. കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ് എന്ന് ചോദിച്ചാലും വളരെ മര്യാദയോടെ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ വുഡിൻ്റെയും കുഡിൻ്റെയും യൂസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വുഡ് യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? എന്നെ സഹായിക്കാമോ? നിനക്ക് എന്നെ സഹായിക്കാമോ? ഇത് തന്നെയാണ് കുഡ് യു ഹെൽപ്പ് മീ. കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പം വുഡും കുഡും യൂസ് ചെയ്യുന്ന മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ക്ലാസ്സിൻ്റെ കാര്യം അറിഞ്ഞല്ലോ. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് November 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ അഡ്മിഷൻ ആവശ്യമുള്ളവർ ഇന്നോ നാളെയോ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള എല്ലാവിധ ഹെൽപ്പും അവിടെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ലൈക്കും ഷെയറും ചെയ്തതിന് ശേഷം മാത്രം മുന്നേക്ക് പോവുക. ഓക്കെ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, അത് മറന്നു പോകരുത്. ആ എക്സസൈസ് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൽ വളരെ മര്യാദയോടെ സംസാരിക്കുവാനാണ് വുഡും കുഡും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വുഡും കുഡും യൂസ് ചെയ്തുകൊണ്ട് വുഡ് യു കുഡ് യു, വുഡ് യു ഹെൽപ്പ് മീ, കുഡ് യു ഹെൽപ്പ് മീ ഇങ്ങനെ ചോദിക്കുമ്പോൾ വളരെ മര്യാദയോടെ ചോദിക്കുന്നതാണ്. എന്നാലും മറ്റ് ഓക്സിലറികളിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓക്സിലറി വെർബാണ് ought to.
അപ്പോൾ മറ്റ് ഓക്സിലറിയസിനെ പോലെയല്ല. ഓട്ട് എഴുതിയതിന് ശേഷം അവിടെ എന്ത് ഉപയോഗിക്കണം? ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഓട്ട് എന്ന് പറഞ്ഞാൽ മസ്റ്റ് പോലെ തന്നെ ശക്തമല്ല, മസ്റ്റിൻ്റെ അത്രയും വരില്ല. പക്ഷേ ഷുഡിനേക്കാൾ ഷുഡ് യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറയുന്ന ഷുഡിനേക്കാൾ ശക്തമാണ്. കടമ, ചുമതല, ആവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓട്ടു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പറയാണ്, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വി ഓട്ട് ടു ഹെൽപ്പ് ഹിം. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വി ഓട്ട് ടു ഹെൽപ്പ് ദം. ഓക്കെ. എന്നാൽ നമുക്ക് ചില പുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ട്. വി ഓട്ട് ടു ബൈ സം ബുക്സ്. വി ഓട്ട് ടു ബൈ സം ബുക്സ്. ജോൺ എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. അതൊരു ചുമതലയല്ലേ? ജോൺ ഓട്ട് ടു അറ്റൻഡ് ദ ഓഫീസ് റെഗുലർലി. ജോൺ ഓട്ട് ടു അറ്റൻഡ് ദ ഓഫീസ് റെഗുലർലി. അപ്പോൾ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അത് കടമയായിട്ട് പറയുന്നു. അപ്പോൾ വി ഓട്ട് ടു ഹെൽപ്പ് ഹിം. ജോൺ എല്ലാ ദിവസവും ഓഫീസിൽ പോകണം, അതൊരു ചുമതലയാണ്. ജോൺ ഓട്ട് ടു അറ്റൻഡ് ഓഫീസ് റെഗുലർലി. എന്നാൽ നമുക്ക് ചില പുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ട്, അത് ആവശ്യമാണ് അല്ലേ? വി ഓട്ട് ടു ബൈ സം ബുക്സ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. വി ഓട്ട് ടു ഒബേ അവർ പാരൻസ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. വി ought to obey our parents. നീ നിൻ്റെ വാക്കു പാലിക്കണം. യു ought to keep your words. നീ നിൻ്റെ വാക്കു പാലിക്കണം. യു ought to keep your words. നീ എല്ലാ ദിവസവും ഇവിടെ വരണം. യു ought to come here every day. യു ought to come here every day. അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. വി ought to obey our parents. നീ നിൻ്റെ വാക്കു പാലിക്കണം. യു ought to keep your words. നീ എല്ലാ ദിവസവും ഇവിടെ വരണം. യു ought to come here every day. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള കടമയും ചുമതലയും ആവശ്യവും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ought to യൂസ് ചെയ്യുന്നത്. അതുപോലെ കുഡ്, വുഡ് ഇവയുടെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എക്സസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരാമോ? പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരാമോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, നീ നന്നായി പഠിക്കണം. നീ നന്നായി പഠിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ഈ വാതിൽ ഒന്ന് തുറക്കാമോ? ഈ വാതിൽ ഒന്ന് തുറക്കാമോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നീ നിൻ്റെ വാക്കു പാലിക്കണം. നീ നിൻ്റെ വാക്കു പാലിക്കണം. അപ്പോൾ ഇത്ര എക്സസൈസിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ചെയ്യിപ്പിക്കുക. ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഓട്ടു പറയുമ്പോൾ കടമ, ചുമതല, ആവശ്യം പറയുമ്പം നീ നിൻ്റെ വാക്കു പാലിക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിലോ, യു ought not to keep your words. യു ought not to. ഓട്ടിനും ടൂവിനും ഇടയ്ക്ക് യു നോട്ട് ആഡ് ചെയ്യുക. നമ്മൾ പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല എന്നാണെങ്കിലോ, വി ought not to smoke in public places. വി ought not to smoke in public places. ആരും ഇത്രയും വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കരുത്. പീപ്പിൾ ought not to drive so fast. പീപ്പിൾ ought not to drive so fast. നോക്കൂ, നീ നിൻ്റെ വാക്ക് പാലിക്കേണ്ട. യു ought not to keep your words. നമ്മൾ പൊതുസ്ഥലത്ത് പുകവലിക്കുവാൻ പാടില്ല. വി ought not to smoke in public places. ആരും ഇത്രയും വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കരുത്. പീപ്പിൾ ought not to drive so fast. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻസും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.